Hello, welcome to market discussion of the day. Today, 22nd of April 2025, Tuesday ആണ്. സോ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് വൈകുന്നേരം 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 മലയാളം ബാച്ച് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. 4 ദിവസത്തെ ക്രാഷ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്രാഷ് കോഴ്സിന് സീരിയസ് ആയിട്ട് ജെനുവിൻലി ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. വെറുതെ ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ മെസ്സേജ് അയക്കാതിരിക്കുക. സീരിയസ് ആയിട്ടാണെങ്കിൽ മാത്രമേ മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് നമുക്കൊരു ഒരു പെയ്ഡ് കോഴ്സ് 1 മന്ത് നീണ്ടു നിൽക്കുന്ന ഒരു പെയ്ഡ് കോഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അടുത്ത മാസം മെയ് ഫസ്റ്റിലോട്ട് പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പം ക്രാഷ് കോഴ്സ് ബേസിക്കലി ക്രാഷ് കോഴ്സ് നമ്മളൊരു ട്രേഡറായി മാറാനായിട്ട് നമ്മൾ ബേസിക്കലി ഈ ക്രാഷ് കോഴ്സ് കൊടുത്തതിന് ശേഷം നമുക്കൊരു മാർക്കറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട് ലൈവായിട്ട് എല്ലാ ദിവസവും. അപ്പം അതിൽ കയറി ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് പരിശീലനം നേടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതിലും നമുക്ക് കൂടുതൽ അറിവ് വേണം, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ പെയ്ഡ് സെഷനിലോട്ട് പോവാം. അതിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ അടുത്ത് എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. ഇന്ന് പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നുമില്ല. IMFൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫണ്ടമെൻ്റൽസിൽ IMFൻ്റെ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇന്നലത്തെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഇന്ന് നമുക്ക് ടെക്നിക്കലിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 140.412 ഓക്കെ, സോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 140 അടുത്ത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ 140 അടുത്തായിട്ട് വന്നിട്ടുണ്ട്. 140 താഴെയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ 140.13 റേഞ്ചിലൊക്കെ ഞാനൊരു ബൈ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് എന്താ പറയുക, 141 വരെ, അപ്പം ഇന്നലത്തെ ഹൈ ഒക്കെ വരെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ 140.9 140.8 ആ റേഞ്ചിലൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് 139.50 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കേണ്ടി വരും. ഓക്കെ, സോ അതാണ് ബേസിക്കലി JPYയിൽ പറയാനായിട്ടുള്ളത്. കാരണം വേറൊന്നുമല്ല, 140 താഴെയായിട്ട് ഇന്നത്തെ ദിവസം അവസാനിക്കുകയും ഓക്കെ നാളത്തെ ദിവസം തുടങ്ങുകയും ചെയ്താൽ ഈ 140 ഇത് അടുത്തൊരു റേഞ്ച് പിടിക്കുകയാണ്. 140 to 120 എന്ന് പറയുന്ന ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് പോവും എന്നുള്ളൊരു എന്താ പറയുക സൂചനയാണ് ആക്ച്വലി അത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് നമുക്ക് ഇന്ന് നിങ്ങളൊരു 40 to 50 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം എന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിപ്പോൾ ഏതിനകത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോയും അതേപോലെ തന്നെ 1.14999 റേഞ്ചിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം യൂറോ ഇനി മുകളിലോട്ട് പോയി. ഇന്നലെയൊക്കെ ഒറ്റയടിക്കൊക്കെയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാം. ഇല്ല, 1.1500 മുകളിലായിട്ടാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആവുന്നത് എങ്കിൽ ഓക്കെ 1.1500 മുകളിലായിട്ടാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആവുന്നത് എങ്കിൽ മാർക്കറ്റ് നാളെ രാവിലെ 7:30 മണിക്കും 1.1500 മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരിക്കും. ഒരു 300 പിപ്പോളം 1.1800 വരെ പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയാണ്. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, 1.1800 വരെ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റിയാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് യൂറോയിൽ പറയാനുള്ളത്. യൂറോയിൽ നമുക്ക് താഴെ വീണ് കിട്ടിയാൽ 1.100 എന്ന് പറയുന്ന റേഞ്ചിൽ നമുക്ക് കിട്ടിയാൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് നല്ലൊരു ബൈ പോയിന്റ് ഉണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് പോവുക. ഓക്കെ, നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഗോൾഡ് എവിടെ
ഗോൾഡ് അല്ല, GBPയിലോട്ട് നമ്മൾ പോകുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 1.33781 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, 1.33781. സോ മാർക്കറ്റ് 1.34 കടക്കാനായിട്ട് രണ്ട് വട്ടം എന്താ പറയുക റെസിസ്റ്റൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇനിയും ഞാൻ സെല്ലിംഗ് പോയിന്റിൽ ഒരിക്കലും ഞാൻ സംസാരിക്കാറില്ല GBP. എന്നിരുന്നാലും നിങ്ങൾക്ക് റിസ്ക് എടുത്ത് ഒരു 40 to 50 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതാണ്. 1.34 അടുത്ത് ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെല്ലെടുത്തുകൊണ്ട് വേണമെങ്കിൽ ഒരു 30 to 40 പിപ്സിൻ്റെ സെല്ലെടുക്കാം. റിസ്ക് ആണ്, മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആണ്. എന്നാലും ഞാൻ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. കാരണം മാർക്കറ്റ് ഇത്രയും മുകളിലോട്ട് പോയതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു റീട്രേസ്മെൻറ്റ് നടക്കാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ടായത് കൊണ്ടിട്ട്. ഇല്ല എങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.2800 അല്ലെങ്കിൽ 1.300 എന്ന് പറയുന്ന റേഞ്ചിൽ കിട്ടിയാൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ഒരു ബൈ എടുത്ത് മുന്നോട്ട് ലോങ്ങർ ടേമിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. ഓക്കെ, സോ ഇതാണ് GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3456.50 എന്ന് പറയുന്ന റേഞ്ചാണ്. എനിക്ക് ആക്ച്വലി അറിയില്ല ഗോൾഡിൻ്റെ റേഞ്ച് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. തൽക്കാലം നമുക്ക് പൈസ ഉണ്ടാക്കുന്നത് മാത്രമാണ് നമ്മളുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾ ഗോൾഡ് അതിനകത്ത് ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ചിലപ്പം ഒന്ന് താഴെ പോയാൽ നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഇന്ന് 22 അല്ലേ, 22, അതായത് ഏപ്രിൽ 15 കഴിഞ്ഞ ചൊവ്വാഴ്ച മാർക്കറ്റ് നിന്നത് 3218 ഓക്കെ. സോ ഇന്ന് മാർക്കറ്റ് നിൽക്കുന്നത് 3456, 3500 ഓക്കെ. $300 ഒരാഴ്ചയിൽ കയറിപ്പോയത്, $300. സോ $300 ഒറ്റയടിക്ക് കയറിപ്പോവാനായിട്ട് ഇത് എന്താണിത്? അതെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റിനെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ. അതായത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരാൾ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് $30,000 പ്രോഫിറ്റ് ഇന്നത്തെ ദിവസം. ഓക്കെ, സോ അത് ഒരു സാധാ രീതിയിലുള്ളൊരു അപ് ട്രെൻഡ് അല്ല ഇത്. ഓക്കെ, അതുകൊണ്ടിട്ട് ഉറപ്പായിട്ടും മാർക്കറ്റ് ഒരു വട്ടം താഴോട്ട് വരും, ഒരു റീട്രേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ബൈ എടുക്കാനായിട്ട് ഒന്നും പറയാനായിട്ടില്ല, റെക്കമെൻഡേഷനേ ഇല്ല. സെല്ലെടുക്കാനായിട്ട് മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിനകത്തോട്ടും എനിക്ക് താല്പര്യമില്ല. മാർക്കറ്റ് 3600, 3630 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. 3680 ആ റേഞ്ചിലൊക്കെ വെച്ചിട്ടായിരിക്കാം മാർക്കറ്റ് താഴോട്ട് പോകുന്നത്. ഈവൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലേഴ്സൊക്കെ അവിടെ നിന്നായിരിക്കാം അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിപ്പോൾ ചെറുതായിട്ടൊരു റീട്രേസ്മെൻറ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അത് വലിയ കാര്യമായിട്ടൊന്നും വിചാരിക്കണം. 3430 ഞാൻ ബൈ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. കാരണം അവിടെ സപ്പോർട്ടൊന്നും ഇല്ല ആക്ച്വലി, അവിടെ റെസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം എവിടെയും റെസിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടാത്തൊരു മാർക്കറ്റാണിത്. ഓക്കെ, ഇന്നലെയൊക്കെ ഒറ്റയടിക്കല്ലേ മുകളിലോട്ട് കയറിപ്പോയത്. അപ്പം നമുക്ക് തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പണി കിട്ടും. അതുകൊണ്ടിട്ട് തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുക ഗോൾഡ്. ആ സമയത്ത് ബാക്കിയുള്ള സാധനങ്ങൾ നോക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളതല്ലേ നമ്മൾ ബുദ്ധിപൂർവ്വമായിട്ട് ചെയ്യേണ്ടത്. ഗോൾഡിന് ഇപ്പം നമ്മളൊരു 0.1 ലോട്ട് എടുത്ത് ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും GBPയിലും JPYയിലും എന്താ പറയുക നമ്മുടെ യൂറോയിലും ഒക്കെ 0.3 ലോട്ട് വരെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു $15 മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു $5 മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റായി അല്ലേ. സോ അതുകൊണ്ടിട്ട് തൽക്കാലം ഗോൾഡിൽ നിന്നൊന്ന് മാറി നിന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും നോക്കാം അല്ലേ. ഇതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ബാക്കിയെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം, ട്രേഡ് എടുക്കാതിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഗോൾഡിൽ വെറുതെ ഇരിക്കുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബാക്കി എല്ലാത്തിനകത്തും ട്രേഡ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. മാർക്കറ്റ് ഡിസ്കഷൻ ഇപ്പോൾ ഈ ഒരു കോഴ്സ്, ഞാൻ ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളിത് നോക്കി ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണ് ഓക്കെ എങ്കിൽ എന്താണ് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വേണമെങ്കിൽ. കാരണം ഈ കമൻറ്റൊക്കെ വായിച്ചിട്ടായിരിക്കും ആൾക്കാരൊക്കെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നത് അല്ലേ, അതുകൊണ്ടിട്ട്. ഓക്കെ, അപ്പം സപ്പോർട്ട് ചെയ്യാം.
അപ്പം ഇതാണ് ഇന്നത്തെ ദിവസത്തെ എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. അതേപോലെ ഇന്നത്തെ ദിവസത്തെ ക്ലാസ് മറക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.